നമസ്കാരം. കഴിഞ്ഞ 5 വർഷക്കാലമായി UK-യിലെ ഏഷ്യൻ വംശജർക്കിടയിൽ അവയവദാനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്ന ശ്രീമതി അജിമോൾ പ്രദീപാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. അജിമോളെക്കുറിച്ച് പറയുമ്പോൾ ബ്രിട്ടനിലെ ഏറ്റവും മികച്ച നേഴ്സായി ബ്രിട്ടീഷ് മലയാളി ന്യൂസ് ആദരിക്കുകയും മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മലയാള മനോരമ ബ്രിട്ടനിലൊരു മലയാളി മാലാഖ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത് UK മലയാളികളായ നാം എല്ലാവർക്കും ഒന്നുപോലെ അഭിമാനിക്കാവുന്ന ഒന്നാണ്. സ്വാഗതം അജിമോൾ പ്രദീപ്. അവയവദാനത്തെക്കുറിച്ചുള്ള ഈ ബോധവൽക്കരണത്തിൽ ഏകദേശം പതിറ്റാണ്ടിലേറെയായി താങ്കളുടെ കർമ്മപഥത്തിലാണ്. പ്രത്യേകിച്ചും ഈ ഒരു മേഖലയിലേക്ക് താങ്കൾ കടന്നു വരാൻ എന്തായിരുന്നു കാരണം? താങ്ക് യു. അവയവദാനത്തിൻ്റെ ഈ വലിയ മഹാസന്ദേശം എന്നിൽ നിന്ന് കേൾക്കുവാൻ എന്നെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഇപ്പോൾ ജോമോൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം, ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമ്മളെല്ലാം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ ഒരു ചെറിയ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എത്രമാത്രം നന്മ ചെയ്യുവാൻ സാധിക്കും എന്ന് കണക്കാക്കിക്കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാലാണ് 2001 UK പ്രദേശത്ത് കടന്നു വന്ന് 2005 ഇവിടുത്തെ ഈ ഓർഗൻ ഡൊണേഷൻ്റെ സ്കെയർസിറ്റി അല്ലെ ഓർഗൻ ഡൊണേഷൻ ഏഷ്യൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ആ ഒരു ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി 2008 കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ചെറിയ ചുവടുവെപ്പ് തുടങ്ങി. അതിന് പ്രകാരം മറ്റുള്ളവരിലേക്ക് ഈ അവയവദാനത്തിൻ്റെ മഹാസന്ദേശം, അങ്ങനെ ജീവിതങ്ങളെ രക്ഷിച്ച് അവർക്ക് എത്രമാത്രം സന്തോഷം അവരുടെ ചെറിയ ജീവിതത്തിൽ കൊടുക്കാം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു ചെറിയൊരു കാൽവയ്പ്പാണിത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്രയധികം അപരിചിതമായ വാക്കുകളൊന്നുമല്ല അവയവദാനം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ടിഷ്യൂ ഡൊണേഷൻ എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ അവയവദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അവയവദാനം മഹാദാനം എന്ന ഒരു വാക്യത്തിൽ തന്നെ ഞാൻ തുടങ്ങട്ടെ. നമുക്ക് അവയവദാനം 2 തരത്തിലുണ്ട്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന ഒരു അവയവദാനം, അതായത് ലൈവ് ഡൊണേഷൻ, അഥവാ മരിച്ചു കഴിയുമ്പോൾ ചെയ്യുന്നത്, അതായത് കഡാവറിക് ഓർഗൻ ഡൊണേഷൻ. അങ്ങനെ 2 തരത്തിൽ നമുക്ക് മരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് ഓർഗൻ ഡൊണേഷൻ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കിഡ്നിയോ ലിവറിൻ്റെ ഒരു ഭാഗമോ കൊടുത്ത് ആ ഓർഗൻ ഫെയിലിയറാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ മരണശേഷം ഏകദേശം 9 അവയവങ്ങൾ ദാനം ചെയ്ത് 9 ജീവിതങ്ങളെയും 9 കുടുംബങ്ങളെയും രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് അവയവദാനം. അവയവദാനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായും UK മലയാളികളായ നമ്മൾ NHS ഓർഗൻ രജിസ്റ്റർ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. നമ്മുടെ നാഷണൽ ഹെൽത്ത് സർവീസിൽ ഓർഗൻ ഡോണർ രജിസ്ട്രി എന്ന ഒരു ഡേറ്റ സർവീസ് ഉണ്ട്. അത് ബ്രിസ്റ്റോളിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. അത് കംപ്ലീറ്റ്ലി IT ടെക്നിക്കോടുകൂടി കംപ്ലീറ്റ് ഹൈടെക് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഡേറ്റ സെൻ്ററാണത്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആരെങ്കിലും ഓർഗൻ ഡോണർ രജിസ്റ്ററിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ ഒപ്പിട്ട് കൺസെൻറ്റോടുകൂടിയാണ് നമ്മളതിൽ രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഡേറ്റ നമ്മുടെ പബ്ലിക്കിനോ നമുക്ക് മറ്റ് ഡോക്ടേഴ്സിനോ നഴ്സസിനോ ആർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പാർട്ട് ഫ്രം സ്പെഷ്യലിസ്റ്റ് നഴ്സസ് എന്ന് പറഞ്ഞിട്ട് ഓർഗൻ ഡൊണേഷന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് നഴ്സസിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റയാണ് ഓർഗൻ ഡോണർ രജിസ്ട്രി. ഏതൊക്കെ അവയവങ്ങളാണ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ ഒരു ജീവിതം കൊണ്ട് നമുക്ക് മറ്റ് 9 ജീവിതങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. അതായത് ഹാർട്ട്, ലങ്സ് 2 എണ്ണം ഉണ്ട്, കിഡ്നി 2 എണ്ണം, പാൻക്രിയാസ്, ലിവർ, സ്മോൾ ബവൽ, ദെൻ ടിഷ്യൂ ഡൊണേഷനും ഉണ്ട്. ടിഷ്യൂ ഡൊണേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർണിയ, ഹാർട്ട് വാൽവ്, പിന്നെ നമ്മുടെ ലിംസ് കൊടുക്കാം, സ്കിൻ കൊടുക്കാം, അങ്ങനെ പല ചെറിയ ചെറിയ കാര്യങ്ങൾ. ആ ടിഷ്യൂ ഡൊണേഷൻ എന്ന് പറയുന്നത് അണ്ടർ 1 അംബ്രല്ലയും ബാക്കി ഓർഗൻസ് മാത്രം ഏകദേശം 8 പേർക്കുമായി നമുക്ക് ജീവിതത്തെ തിരികെ കൊണ്ടുവരാൻ പറ്റും ഓർഗൻ ഡൊണേഷനിലൂടെ. നമ്മളിങ്ങനെ ഓർഗൻ ഡൊണേഷൻ ചെയ്യുമ്പോഴത്തേക്കിന് അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് പ്രായപരിധികൾ വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ ഇത്ര വയസ്സായതിനു ശേഷം നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല, അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളുണ്ടോ? ഒരിക്കലുമില്ല. പ്രായപരിധിയോ അവരവരുടെ ഹെൽത്ത് ഇംപ്ലിക്കേഷനോ ഒരിക്കലും
ഇതിനൊരു തടസ്സമാകുന്നില്ല. പലപ്പോഴും പലയിടത്തും ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചിലർ പറയും എനിക്ക് ഓൾറെഡി ഡയബറ്റിക്സ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, എനിക്ക് ഓർഗൻ ഡോണർ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമുക്ക് അതിനൊരു വ്യവസ്ഥയുമില്ല. നമ്മുടെ ആരോഗ്യമോ നമ്മുടെ പ്രായമോ ഒന്നും ഓർഗൻ ഡോണർ രജിസ്റ്ററിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് തടസ്സമാകുന്നില്ല. അത് ഡോക്ടേഴ്സ് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ അത് ഡോക്ടേഴ്സാണ് ഡിസൈഡ് ചെയ്യുന്നത് വെദർ നമ്മൾ എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത്. സോ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളാരും നിങ്ങളെ അതിൽ നിന്ന് പ്രീഡിറ്റർമൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാതെ ദയവ് ചെയ്ത് ഓർഗൻ ഡോണർ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുക. എത്ര കാലമാണ് സാധാരണയായി നമ്മൾക്ക് ഒരു ഓർഗൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ ഒരു സമയപരിധി എന്താണെന്ന് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. സാധാരണ നമ്മുടെ പേഷ്യൻസിനോട് പറയുന്നത് 2 to 3 years ആണ് ഒരു സാധാരണ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഏഷ്യൻ വംശജർക്ക് അത് കുറച്ചും കൂടെ നീണ്ടു പോകാറുണ്ട്. അതിന് ഏകദേശം 5 വർഷം, ചില എൻ്റെ പേഷ്യൻസ് ഏകദേശം 8-9 വർഷം വരെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അതിനൊരു പ്രത്യേക കാരണവും അതിനുണ്ട്. കാരണം ഏഷ്യൻ വംശജർക്ക് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പും ടിഷ്യൂ ടൈപ്പും ഡിഫറെൻ്റ് ആണ് വെള്ളക്കാരെ അപേക്ഷിച്ച്. നമ്മൾ കൂടുതലും നമ്മുടെ ഏഷ്യൻസിന് ബി ബ്ലഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് അവർക്ക് ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്ത് കിട്ടുവാനായിട്ടുള്ള ഓർഗൻസ് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പേരിലാണ് നമുക്ക് ആ ഒരു ഡിസ്പാരിറ്റി കാണുന്നത്. ആ ഒരു ചോദ്യം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഉത്തരവാദിത്തം എൻ്റെ തോളിൽ ഏറ്റെടുക്കുവാൻ ഞാൻ സന്നദ്ധയായതും. കാരണം ഈ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ എന്ന റോളിൽ എനിക്ക് പലപ്പോഴും ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ചലഞ്ചായിരുന്നു അത്. നമ്മുടെ ഏഷ്യൻ വംശജരായ പേഷ്യൻസ് എന്നോട് ചോദിക്കുമായിരുന്നു, നോക്കൂ ഞങ്ങൾ 5 വർഷമായിട്ട് ട്രാൻസ്പ്ലാന്റ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതേസമയം ഞങ്ങളുടെ കൂടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു വ്യക്തി വെറും 6 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അയാൾ വെള്ളക്കാരനായിരുന്നു, അയാൾക്ക് കിട്ടി, എന്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന്. അതിപ്പോൾ താങ്കൾ ചോദിച്ച പ്രകാരം തന്നെ ആ ഒരു ചോദ്യം മറ്റു പലരിലുമുണ്ട്. ഈ വെയിറ്റിംഗ് ലിസ്റ്റ് ഗെയിം, എത്രമാത്രം വെയിറ്റിംഗ് ഗെയിം ഉണ്ട് എന്നുള്ള ഒരു സാധാരണ ഒരു മനുഷ്യനിലുണ്ടാകുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ NHS ഓർഗൻ അലക്കേഷൻ നമ്മുടെ കളറോ നമ്മുടെ എത്നിസിറ്റിയോ ഒന്നും ഓർത്തിട്ടല്ല അലക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ വെയിറ്റിംഗ് ലിസ്റ്റ് അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് ഓൺലി ബിക്കോസ് നമുക്ക് ബെസ്റ്റ് മാച്ച് കിട്ടാത്തിടത്തോളം കാലം നമുക്കത് ഓർഗൻ അലക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ആ വെയിറ്റിംഗ് പീരീഡ് വേരി ചെയ്യുന്നത്. ഓർഗൻ വെയിറ്റിംഗ് ലിസ്റ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ. ഈ ഓർഗൻ വെയിറ്റിംഗ് ലിസ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രയോറിറ്റികളുണ്ടോ? അതായത് ഇപ്പോൾ ഒരു 60 വയസ്സായ ഒരാൾ ഒരു ഓർഗന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു 18 വയസ്സായ മറ്റൊരു വ്യക്തി ഓർഗന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 18 വയസ്സായ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രയോറിറ്റി NHS കൊടുക്കുന്നുണ്ടോ? പലരും ഇതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. NHSൻ്റെ ഓർഗൻ അലക്കേഷൻ സിസ്റ്റം അനുസരിച്ച് ഒരു പ്രയോറിറ്റി ലിസ്റ്റിംഗ് ഇല്ല. അപ്പാർട്ട് ഫ്രം പീഡിയാട്രിക് ബേബീസിന് മാത്രം ഒരു എക്സ്ട്രാ പോയിൻറ്റ് സിസ്റ്റം അവർക്കുണ്ട്. കാരണം പ്രത്യേകിച്ച് ബിക്കോസ് ഓഫ് ദ വൾനറബിലിറ്റി, അവർക്ക് ഡയാലിസിസോ അല്ലെ ഓർഗൻ ഫെയിലിയർ ട്രീറ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബോഡിക്ക് കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രം അവർക്ക് പ്രയോറിറ്റൈസേഷനുണ്ട്. അതർവൈസ് എല്ലാവരും ഒരേ ഓർഗൻ അലക്കേഷൻ പോയിൻറ്റ്സ് ആണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അതിലൊരിക്കലും ഒരു പ്രയോറിറ്റി ലിസ്റ്റിംഗ് ഇല്ല. 60 വയസ്സുള്ള ആളും 18 വയസ്സുള്ള ആളും എന്നുള്ളൊരു വ്യത്യാസം അവർക്കില്ല. പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ബ്ലഡ് ഗ്രൂപ്പും ടിഷ്യൂ ടൈപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാച്ച് ചെയ്യാത്തിടത്തോളം കാലം അവർക്കത് അലക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സപ്പോസ് ഞാനൊരു ഓർഗൻ ഡോണർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ ഒരു പ്രത്യേക വ്യക്തിക്ക് വിചാരിച്ച് ഇപ്പം എൻ്റെ മരണശേഷം ഇന്ന വ്യക്തിക്ക് എൻ്റെ ഓർഗൻ കൊടുക്കണം എന്ന് പറയാനോ, അല്ലെങ്കിൽ ഇന്ന ചില വ്യക്തികൾക്ക് എൻ്റെ ഓർഗൻ കൊടുക്കാൻ പാടില്ല എന്ന് പറയാനുള്ള എന്തെങ്കിലും റൈറ്റുകളുണ്ടോ എനിക്ക്? അൺഫോർച്ചുനേറ്റ്ലി നോ. നമ്മുടെ UK ഓർഗൻ അലക്കേഷൻ സിസ്റ്റം ഭയങ്കര ഫെയർ ആയിട്ട് എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. സോ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു ചോയ്സ് എടുക്കാനുള്ള ഒരു റൈറ്റ് ഇവിടുത്തെ UK ഓർഗൻ അലക്കേഷൻ സിസ്റ്റം തരുന്നില്ല. ഈ ചോദ്യം എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു സംശയം എന്ന നിലയിൽ ഇപ്പോൾ ഒരു ഓർഗൻ ഡോണറായ ഞാൻ മരിക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ മരണം കൊണ്ട് വേറെ 7 പേര് രക്ഷപ്പെട്ടതിരിക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ മരണത്തിന് വേണ്ടി എനിക്ക് കിട്ടേണ്ട ട്രീറ്റ്മെൻറ്റുകൾ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ? ഇതേ സെയിം ചോദ്യം പലപ്പോഴും ഞാൻ ഇതിനു മുമ്പും ഫേസ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു മനുഷ്യരായ നമുക്ക് ഒരു മനുഷ്യന് തോന്നുന്ന ഒരു സംശയം മാത്രമാണിത്. ഇതിൽ ഒരു തരത്തിലുള്ള തെറ്റുമില്ല. ചോദ്യം ഏറ്റവും പ്രസക്തി ആർജിക്കുന്നത് തന്നെയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ആസ് എ മെഡിക്കൽ പ്രൊഫഷൻ നമുക്കെല്ലാവർക്കും നമ്മുടെ എത്തിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത്, നഴ്സിംഗ് ആയാലും മെഡിക്കൽ എത്തിക്സ് ആണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ കയ്യിൽ കടന്നു വരുന്ന പേഷ്യൻസിൻ്റെ ജീവിതം രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കർമ്മം. അപ്പോൾ നമ്മളൊരു അക്യൂട്ട് കണ്ടീഷനിലായിട്ട്, നമ്മൾ ക്രിട്ടിക്കൽ കണ്ടീഷനിലായിട്ട് ITUയിൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സും നഴ്സസിൻ്റെയും പ്രയോറിറ്റി കടന്നു വന്നിരിക്കുന്ന ആ പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ ജീവിതം രക്ഷിച്ചെടുക്കുവാനായിട്ട് അവർ എത്രയും ശ്രമിക്കുമോ അത്രയും ശ്രമിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അവർ അതിൻ്റെ ആ ഹോപ്പ് വിടത്തുള്ളൂ. ആ വിട്ട് കഴിഞ്ഞാൽ പോലും 2 സീനിയർ ഡോക്ടേഴ്സ് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ആ ഡെത്ത് കൺഫർമേഷൻ അവർക്ക് ചെയ്യുവാൻ പറ്റുകയുള്ളൂ. UK പോലുള്ള ഈ രാജ്യത്തിൽ ഇത്രമാത്രം ഹ്യൂമൻ റൈറ്റ്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിൽ ഒരിക്കലും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം രക്ഷിക്കാമെന്ന് ഒരിക്കലും അവർ ചിന്തിക്കില്ല. കാരണം ഞാൻ ഓർഗൻ ഡോണർ രജിസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തെയോ എന്നെയോ രജിസ്റ്റർ ചെയ്യാനോ ഈ ആശയം മറ്റുള്ളവരിലേക്ക് അറിയിക്കുവാനോ ഒരിക്കലും ഇറങ്ങി പുറപ്പെടുകയില്ലായിരുന്നു. ഇതിൽ ന്യായവും നീതിയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സദ്വർത്തമാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ മരണശേഷം നമ്മൾ അവയവങ്ങൾ ദാനം ചെയ്യുന്നു. അതിനുവേണ്ടി തീർച്ചയായും ഓപ്പറേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിൻ്റെയൊക്കെ എല്ലാം കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ മൃതശരീരം അത് ഡിസ്ഫിഗർഡ്, ഒരു വികൃതമാകപ്പെട്ട ഒരു രീതിയിലായിരിക്കും അത് ഉണ്ടാകുന്നത്. താങ്കൾ ചോദിച്ച ഈ ചോദ്യം ഏറ്റവും പ്രസക്തിയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ മേഖലയിൽ. പലപ്പോഴും പലരും എന്നോടും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണിത്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ മരണശേഷമാണ് ഈ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നു, അതിനുശേഷം തുന്നി അതിന് മേളിൽ ഡ്രസ്സിങ് ചെയ്ത് എങ്ങനെ എത്രമാത്രം ഡീസൻ്റായിട്ട് ഒരു വ്യക്തിയെ കാണുന്നു, അതേമാതിരി തന്നെയായിരിക്കും മരണശേഷമാണെങ്കിൽ പോലും നമ്മുടെ ബോഡിയെ സർജൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർഗൻ കൊടുത്ത് വെളിയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഡിസ്ഫിഗർമെൻറ്റും കാണത്തില്ല. പ്രത്യേകിച്ച് മനുഷ്യർ ചോദിക്കാറുണ്ട്, നമ്മുടെ കോർണിയ എടുത്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ 2 കുഴിയായിട്ട് മാറിത്തീരുമോ എന്നൊക്കെ. ഒരിക്കലും ഐബോളല്ല അവരെടുക്കുന്നത്, കോർണിയ മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബോഡിക്കോ നമ്മുടെ ഫേസിനോ നമ്മുടെ മറ്റ് ബാഹ്യമായി കാണപ്പെടുന്ന ഏതൊരു ആ ഒരു വ്യൂവിനോ ഒരു തരത്തിലുള്ളൊരു കോട്ടവും തട്ടാതെ ഒരു ജീവനുള്ള ഒരു ബോഡീനെ എങ്ങനെ അവർ കെയർ ചെയ്യുന്നു അതേ ഒരു കെയറോടുകൂടി തന്നെയായിരിക്കും നമ്മുടെ ബോഡീനെ സർജൻസും ആ തിയേറ്ററിലുള്ള സ്റ്റാഫും ഹാൻഡിൽ ചെയ്യുന്നത്. ചില പ്രത്യേക അവയവങ്ങൾ മാത്രമായിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. നമ്മൾ ഓർഗൻ ഡോണർ രജിസ്റ്ററിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിലൊരു പ്രത്യേക ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ അവർ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും പർട്ടിക്കുലർ ഓർഗൻസ്. ചിലർ പറയും, എനിക്ക് ഇപ്പോൾ ഞാൻ പ്രീവിയസ് ക്വസ്റ്റനിൽ ചോദിച്ച മാതിരി ചിലർ പറയും എൻ്റെ കണ്ണ് എനിക്ക് കൊടുക്കണ്ട, അല്ല എൻ്റെ ഹൃദയം എനിക്ക് കൊടുക്കണ്ട, ബാക്കിയുള്ള ഓർഗൻസ് കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഉള്ള ചോയ്സ് എടുക്കാം. അതിന് ഓർഗൻ ഡൊണേഷൻ ചെയ്യുന്നതിന് മതപരമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഒരിക്കലും ഒരു മതം ഇതിന് തടസ്സമായിട്ട് ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. പക്ഷേ ഈ പ്രവർത്തനത്തോടനുബന്ധിച്ച് ഞാൻ പല മതവിശ്വാസികളെയും മതപുരോഹിതന്മാരെയും ഇൻക്ലൂഡിങ് മുസ്ലിം റിലീജിയസ് ലീഡേഴ്സ്, ഹിന്ദു, സിഖ്, ജെയിൻ, ക്രൈസ്തവ കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, ഇവരെയൊക്കെയും പലപ്പോഴും എനിക്ക് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, നമ്മുടെ എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സഹജീവിക്ക് എന്ത് നന്മ ചെയ്യുവാൻ സാധിക്കും, നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കണ്ണുനീർ എങ്ങനെ തുടയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവയവദാനം എന്നൊരു പ്രക്രിയ ഒരിക്കലും ഒരു റിലീജിയനും എഗെയിൻസ്റ്റ് അല്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി
അതിന് ചിലർ മിസ് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നുണ്ട് ചില മതങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ. ഫോർ എക്സാമ്പിൾ ഒരു മിത്ത് ഞാൻ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലർ പറയുന്നത് അവരുടെ ഈ ഓർഗൻ ഡോണർ രജിസ്റ്ററിൽ അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂണറൽ ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഡിലേ ആയി കഴിഞ്ഞാൽ അവർക്ക് സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് അതിനുള്ള ആ ഒരു പെർമിഷൻ ലഭിക്കില്ല എന്ന്. അപ്പോൾ ഈ ചോദ്യവുമായിട്ട് എന്നോട് സംശയം ഉന്നയിച്ച മത പുരോഹിതന്മാരുടെ അടുത്ത് ചെന്നു. അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് അൺഫോർച്യുനേറ്റ്ലി അതൊരു മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. ഒരിക്കലും ഒരു മതവും അതിന് എതിരല്ല. അതുപോലെ തന്നെ അതേസമയം ഇതിൻ്റെ അകത്തൊരു ഡിലേ വരുന്നുമില്ല. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓർഗൻ ഡൊണേഷൻ്റെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യുന്ന അതേ സെയിം പ്രോസസ്സിൽ തന്നെയാണ് ഓർഗൻ ഡൊണേഷൻ പ്രോസസ്സും പോകുന്നത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് റിലീസിങ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഓർഗൻ റിട്രീവൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ബോഡി റിലീസ് ചെയ്യുവാൻ സാധിക്കും. സോ ഓർഗൻ ഡോണർ രജിസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ ഓർഗൻ ഡൊണേഷന് നമ്മൾ കൺസെൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മുടെ ഫ്യൂണറലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി റിലീസിങ്ങോ ഡിലേ ആവുകയില്ല. അതുപോലെ തന്നെ ഒരു മതവും ഇതിനെതിരല്ല. പിന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും പല മിഥ്യാധാരണകളാണ് ഇതിനെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറ്റൊരു എക്സാമ്പിളാണ്, ചിലർ പറയും ഞങ്ങളുടെ അവയവം ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ദൈവം തന്ന ദാനമാണ് ഞങ്ങളുടെ ജീവിതമെന്ന്. എങ്കിൽ അതേസമയം നമുക്ക് ആ പറഞ്ഞ വ്യക്തികൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപകടം വന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർഗൻ ഫെയിലിയർ സിറ്റുവേഷൻ വന്നു എങ്കിൽ അവർ അത് മറിച്ച് ചിന്തിക്കുവാൻ ഇടവരേണ്ട അവസ്ഥ വരുമ്പോൾ അത് അവർക്ക് വാങ്ങിക്കുവാൻ അവർക്കൊരു സംശയം ഇല്ല. പക്ഷേ കൊടുക്കുന്നത് വരുമ്പോൾ അവരൊരു മിഥ്യാ ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് മനുഷ്യരുടെ ആ മിഥ്യാധാരണയിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ പുരോഹിതന്മാരുടെ അടുത്ത് പോയിട്ട് അതിനെ ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഓർഗൻ ഡോണർ രജിസ്റ്റർ ചെയ്യുക. ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നതിൽ എന്താണ് എൻ്റെ കൺസേണിൻ്റെ ആവശ്യകത? അതായത് ഞാനിപ്പോൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണെന്ന് സങ്കല്പിക്കുക. നാളെ എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ അടുത്ത ബന്ധു പറയുകയാണ് ഈ വ്യക്തിയുടെ ഓർഗനുകളെല്ലാം എടുത്തോളൂ, ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻ അങ്ങനെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി വേറൊരു വ്യക്തി ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ്, സമ്മതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സമ്മതപത്രമായി എടുക്കുമോ? ഓക്കെ, UK ഇപ്പോൾ കറൻ്റ്ലി ഉള്ള കൺസെൻറ്റ് സിസ്റ്റത്തിൻ്റെ പേരാണ് ഇൻഫോംഡ് കൺസെൻറ്റ്. അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഓർഗൻ ഡോണർ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ പോലും മരിച്ചതിന് ശേഷം നമ്മുടെ ബന്ധുമിത്രാദികളോട് പെർമിഷൻ ചോദിച്ചുകൊണ്ട് അവരുടെ കൺസെൻറ്റോടുകൂടി ഓർഗൻ ഡൊണേഷന് വേണ്ടി നമുക്ക് സമ്മതപത്രം കൊടുക്കുവാൻ സാധിക്കും നമ്മുടെ നെക്സ്റ്റ് ഓഫ് കിന്നിന്. അതേസമയം ഇപ്പോൾ വെയിൽസ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിസ്റ്റമാണ് പെർസ്യൂംഡ് കൺസെൻറ്റ്, അതായത് ഓപ്റ്റ് ഔട്ട്. അതായത് ആ വെയിൽസിൻ്റെ പ്രദേശത്തുള്ള എല്ലാ അഡൽട്ടും ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഓർഗൻ ഡോണർ രജിസ്റ്റേഴ്സ് ആവുകയാണ്. അതിൽ ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ അവരതിന് ഓപ്റ്റ് ഔട്ട് ചെയ്യണം. അതിന് പ്രത്യേക ഒരു ഫോം ഫില്ല് ചെയ്ത്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഓർഗൻ ഡോണർ രജിസ്റ്ററിൽ ജോയിൻ ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം വെൽഷ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അവിടെ ആർക്കെങ്കിലും ചെയ്യണ്ട, എൻ്റെ ഓർഗൻ ആർക്കും കൊടുക്കണ്ട എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർ ഓപ്റ്റ് ഔട്ട് സിസ്റ്റത്തിന് വേണ്ടി ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം അവരെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും. ബാക്കിയുള്ളവരെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവർ പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ആ കൺസെൻറ്റ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് സങ്കല്പിക്കുക. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണെങ്കിൽ തീർച്ചയായിട്ടും യെസ്, നമ്മുടെ നെക്സ്റ്റ് ഓഫ് കിന്നിന് റൈറ്റ്സ് ഉണ്ട് നമുക്ക് ആ പെർമിഷൻ കൊടുക്കുവാനായിട്ട്. UK എത്രമാത്രം ആളുകൾ ഒരു ഓർഗന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്? ഇപ്പോഴത്തെ 2013 കണക്കനുസരിച്ച് 10,000-ലധികം ജീവിതങ്ങൾ ഇവിടുത്തെ UK ഓർഗൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ അവരുടെ ജീവിതം ഓരോ ദിവസവും എണ്ണി കഴിയുകയാണ്. അതിൽ ഏകദേശം 3 പേര് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓർഗൻ ലഭ്യമല്ലാത്തത് കൊണ്ട്.
അത് നമ്മളുടെ ഓരോരുത്തരുടെയും വീഴ്ചയായിട്ട് വേണം നമ്മൾ കാണുവാൻ. കാരണം ഇത്രയും നല്ല ഒരു നാഷണൽ ഹെൽത്ത് സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു UK ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളപ്പോൾ ഈ ജീവിതങ്ങൾ നഷ്ടപ്പെടുന്നത് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഈ 10,000-ൽ 2,000-ഓളം ആൾക്കാർ ഏഷ്യൻസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാസ്തവം ആക്ച്വലി. അതായത് ഈ ഏഷ്യൻസ് എന്ന് പറയുന്നത് ഫുൾ UK ആകപ്പാടെ 5.3% ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ഓർഗൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ വരുമ്പോൾ 20%. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഡയബറ്റിക്സും ഹൈപ്പർ ടെൻഷനും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഏഷ്യൻ സമൂഹം. അതുതന്നെയാണ് ഓർഗൻ ഫെയിലിയറിൻ്റെ ഒരു ലീഡിങ് കോസും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ആൾക്കാർ ഈ ഓർഗൻ ഫെയിലിയർ മൂലം കഷ്ടപ്പെടുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 2012-2013 വർഷക്കാലം ഈ UKയുടെ ഫുൾ പ്രദേശത്തിൽ നിന്ന് വെറും 19 ഓർഗൻ ഡോണേഴ്സിനെയാണ് ലഭിച്ചത്. അതേസമയം 2,000-ഓളം ജീവിതങ്ങൾ, ഏഷ്യൻ ജീവിതങ്ങൾ ഈ ഒരു ഓർഗൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓർഗൻ ഡോണേഴ്സ് ലഭ്യമല്ലാത്തതിൻ്റെ പേരിൽ അവരുടെ ജീവിതം അവർ കഷ്ടപ്പാട്ടിലും മരണത്തിലൂടെയും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഏഷ്യൻ വംശജരുടെ ഇടയിൽ ഈ ഒരു സന്ദേശവുമായി നമ്മൾ എത്തേണ്ട അതിൻ്റെ ആ വലിയ ആവശ്യകത ഇവിടെ പ്രസക്തി ആർജിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഇത് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലും ഒരു സംസാര വിഷയമാക്കണമേ എന്ന് ഞാൻ ഹൃദയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഓർഗൻ ഡൊണേഷന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഏതെങ്കിലും അടുത്ത ബന്ധുക്കൾ ഈ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിസമ്മതിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി നമ്മുടെ UK ഏറ്റവും ഹ്യൂമൻ റൈറ്റ്സിന് പ്രയോറിറ്റിയും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസും കൊടുക്കുന്ന ഒരു രാജ്യമായതിൻ്റെ പേരിൽ നമ്മൾ ഓർഗൻ ഡോണർ രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും നമ്മുടെ നെക്സ്റ്റ് ഓഫ് കിൻ, ബന്ധുമിത്രാദികളല്ല, നമ്മുടെ നെക്സ്റ്റ് ഓഫ് കിൻ, നമ്മുടെ ആരാണോ നമ്മുടെ നെയിംഡ് നെക്സ്റ്റ് ഓഫ് കിൻ അവരെ അഗെയിൻസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അവർ വിസമ്മതിച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ആ ടീം ഒരിക്കലും അതിനെ ഓവർറൈഡ് ചെയ്യാറില്ല. കാരണം അത്രയും ഏറ്റവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഒരാളുടെ വേർപാടിൻ്റെ അവസ്ഥ. ആ അവസ്ഥയിൽ ഒരിക്കലും കൂടുതൽ ഒരു സ്ട്രെസ്സ് കൊടുക്കുവാൻ നമ്മുടെ ഇപ്പോൾ കറൻറ്റിലുള്ള ഒരു സിറ്റുവേഷൻ അലൗ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഓർഗൻ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ നെക്സ്റ്റ് ഓഫ് കിന്നിനെയും അറിയിക്കുക. എൻ്റെ ആഗ്രഹം ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ അതിന് തടസ്സം നിൽക്കരുത് എന്ന് അവരുടെ പെർമിഷനും കൂടെ നേരത്തെ എടുത്തു വെച്ചിരിക്കുക. മലയാളികളായ നാം ഓരോരുത്തരും എന്തുകൊണ്ട് NHS ഓർഗൻ രജിസ്റ്ററിൽ പേര് ചേർക്കണം എന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങളെ ബോധവാന്മാരാക്കി തന്നതിന് ഒരുപാട് നന്ദി. തുടർന്നുള്ള താങ്കളുടെ പ്രയാണത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. തീർച്ചയായും നന്ദി ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. അതുപോലെ എന്നെ കേട്ട എല്ലാ മലയാളി ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അവയവദാനം മഹാദാനം പുണ്യകർമ്മം എന്ന ആ ഒരു ആശയം നിങ്ങളിൽ എത്തിക്കുവാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ മഹാത്മ്യവും അതിൻ്റെ പുണ്യവും മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവയവദാന സമ്മതപത്രത്തിൽ ഒപ്പിട്ടുകൊണ്ട് ഈ വലിയ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ കിട്ടിയ വിലപിടിച്ച നിമിഷങ്ങൾക്ക് വീണ്ടും നന്ദി പറയുന്നു. ഇനി മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും അപേക്ഷിച്ചുകൊണ്ട് വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു.